സംസ്ഥാനത്ത് മൂന്നിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിലനിർത്തി മുന്നണികൾ. ചേലക്കരയിൽ ചെങ്കോട്ടകത്ത് LDF, പാലക്കാടും വയനാടും സീറ്റ് നിലനിർത്തി UDF. ചെങ്കോട്ടകത്ത് ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയം 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഒരു പഞ്ചായത്തിലും ലീഡ് ഉയർത്താനാകാതെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ചേലക്കര കോട്ട കാത്തതിലൂടെ മുഖം രക്ഷിച്ച ഇടതുപാളയം. സംസ്ഥാനത്ത് ഇടതുമുന്നണി മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്നതിന്റെ സൂചനയാണ് ചേലക്കരയിലെ വിജയമെന്ന് K. രാധാകൃഷ്ണൻ MP. ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. പരാജയം വരും ദിനങ്ങളിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കും. BJPയെ തടഞ്ഞു നിർത്താൻ ഇനി കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചേലക്കരയിൽ ഇടതു തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് അധികമായി ലഭിച്ചത് 4,000-ലധികം വോട്ടുകൾ. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. LDF മൂന്നാം സ്ഥാനത്ത്. കണ്ണിയങ്കത്തിൽ വയനാട്ടിൽ വിജയക്കൊടി പാറിച്ച് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കയുടെ വിജയം രാഹുൽ ഗാന്ധി 2021 നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തി മുന്നണികൾ. ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ LDF ചെങ്കോട്ട നിലനിർത്തിയപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷം നേടി പാലക്കാട് UDF സീറ്റ് നിലനിർത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തകർപ്പൻ ജയത്തോടെയാണ് UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി സീറ്റ് നിലനിർത്തിയത്. ചേലക്കരയിൽ കനത്ത പോരാട്ടം കാഴ്ചവെച്ചാണ് രമ്യ ഹരിദാസ് പിന്തള്ളപ്പെട്ടത്. ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം രമ്യ ഹരിദാസ് കുറച്ചു. മാറിമറിഞ്ഞ പാലക്കാടൻ ട്വിസ്റ്റിൽ ഒടുവിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. വയനാട് അർഹിച്ച വിജയവുമായിരുന്നു UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടേത്. ചെങ്കോട്ടകത്ത് ചേലക്കര 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ ഇടതുപക്ഷം തങ്ങളുടെ കോട്ട കാത്തായിരുന്നു മുന്നോട്ടു പോയത്. ഒരു ഘട്ടത്തിലും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മുന്നിലെത്തിയില്ല. PV അൻവറിന്റെ DMKക്ക് ഒരു ചലനവും ഉണ്ടാക്കാനായില്ല. ലീഡ് നില 11,000 കടന്നപ്പോൾ തന്നെ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ LDF പ്രവർത്തകർ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. LDF സ്ഥാനാർത്ഥി UR പ്രദീപിന് 64,827 വോട്ടും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് 52,626 വോട്ടും BJP സ്ഥാനാർത്ഥി K. ബാലകൃഷ്ണന് 33,609 വോട്ടുമാണ് ലഭിച്ചത്. ചേലുള്ള ചേലക്കര വീണ്ടും ചെങ്കോട്ടയായതിന്റെ സന്തോഷത്തിലാണ് ഇടതുപക്ഷ ക്യാമ്പ്. ചേലക്കരയിലെ ഇടതുപക്ഷത്തിന്റെ വിജയം ആഘോഷമാക്കി മാറ്റി പ്രവർത്തകരും നേതാക്കളും. ചേലുള്ള ചേലക്കരയിൽ ചേലാർന്ന MLA ആയി വീണ്ടും UR പ്രദീപ്. തുടർച്ചയായ 7ാം തവണയും ചേലക്കര ചെമ്പട്ടണിഞ്ഞതിന്റെ ആവേശത്തിലും ആഘോഷത്തിലുമാണ് ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും. കേക്ക് മുറിച്ച് UR പ്രദീപും നേതാക്കളും സന്തോഷം പങ്കുവച്ചു. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും വാദ്യമേളക്കൊഴുപ്പിൽ നൃത്തം ചവിട്ടിയും ഇടതുപക്ഷ പ്രവർത്തകർ തങ്ങളുടെ ആഘോഷം കൊഴുപ്പിച്ചു. ചേലക്കരയിൽ ചേലോടെ വീണ്ടും പ്രദീപ് പാട്ടും പാടി ജയിച്ചതിന്റെ ആഘോഷം പാട്ടുപാടി തന്നെ ആഘോഷിക്കുകയാണ് പ്രവർത്തകർ. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാതെ ഈ ചേലക്കരയ്ക്ക് പോരണ്ടാതെ. ചേലക്കരയ്ക്ക് പാട്ടല്ല
ഈ ചേലക്കര വികസനത്തിനാണ് ഈ ചേലക്കര ജനതയുടെ വോട്ടെന്ന് ഇവിടെ ചേലക്കര ജനത ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഇവിടെ പ്രദീപേട്ടനാണ് MLA. ഇവിടെ ചുവപ്പേ വിരിയുള്ളൂ. ചുവപ്പ് പൂക്കളാണ് ഇവിടെ ഉള്ളത്. പ്രദീപ് നല്ല പ്രവർത്തനം ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട്. സന്തോഷം എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്ര സന്തോഷം. നല്ല ആഘോഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ചേലക്കര മക്കളാണ്, ചേലുള്ള മക്കളാണ്, ഞങ്ങൾ കേറിയ മുല്ലപ്പന്തൽ പൊടി പൊടിച്ച് ഏലേല പോലെ ഏല പോലെലോ ഏലേല പോലെ ഏല പോലെലോ. അപ്പൊ പാട്ട് നന്നായി പാടി പഠിക്കാം. ഇനി നമുക്ക് വീണ്ടും കാണാം. പക്ഷെ ചേലക്കരയിലേക്ക് പറയുന്നത് കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും മണ്ടമ്മമാര് പൊന്നോ, കാതുകുത്താൻ എപ്പ വരും മണ്ടമ്മമാര് പൊന്നോ. ഓ ആ ചേലക്കരയുടെ മനസ്സിന്റെ ആഘോഷത്തിലാണ് ഇപ്പൊ എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ചേലക്കര വീണ്ടും ചുവന്നപ്പോൾ ചൂടുള്ള പായസവും അതുപോലെ തന്നെ ചുവന്ന ലഡുവുമെല്ലാം വിതരണം ചെയ്താണ് LDF പ്രവർത്തകർ തങ്ങളുടെ വിജയാഘോഷം ആഘോഷഭരിതമാക്കി മാറ്റിയത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ചേലക്കരയിൽ നിന്ന് ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ലീഡ് നിലനിർത്തി LDFന്റെ UR പ്രദീപ്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മുന്നിലെത്താനായില്ല. ഇടതിനെ ഇടനെഞ്ചിലേറ്റുന്ന ചേലക്കര UR പ്രദീപിനെ വീണ്ടും നെഞ്ചിലേറ്റിയ കാഴ്ചയായിരുന്നു ചേലക്കരയിലേത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ തന്നെ 79 വോട്ടിന്റെ ലീഡ് പ്രദീപ് നിലനിർത്തി. പിന്നെ വോട്ടിംഗ് യന്ത്രത്തിൽ ഒന്നാം റൗണ്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ തന്നെ 1890 വോട്ടിന്റെ ലീഡ് പ്രദീപിനുണ്ടായിരുന്നു. രണ്ടാം റൗണ്ടിൽ ഇത് 3781 വോട്ടായും, മൂന്നാം റൗണ്ടിൽ 5834 വോട്ടായും, നാലാം റൗണ്ടിൽ 7598 വോട്ടായും, അഞ്ചാം റൗണ്ടിൽ 8567 വോട്ടായും ഉയർന്നു. പിന്നെ എല്ലാ ഘട്ടത്തിലും വ്യക്തമായ ലീഡ് പ്രദീപ് നിലനിർത്തി. വോട്ടെണ്ണൽ 8ാം റൗണ്ട് പൂർത്തിയായപ്പോൾ UR പ്രദീപ് 2016 നേടിയ തന്റെ 10200 എന്ന ഭൂരിപക്ഷം മറികടന്ന് 10291 വോട്ടിന്റെ ലീഡിലെത്തി. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനാകട്ടെ ഒരു പഞ്ചായത്തിലും മുന്നേറാനായില്ല. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 12201 വോട്ടുകൾക്ക് പ്രദീപിന്റെ മിന്നും വിജയം. നല്ല വിജയം തന്നെ, ജയിലുള്ള വിജയം തന്നെയാണ്. ചേലക്കരയുടെ ജനങ്ങൾ ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നത് തെളിവാണല്ലോ ഇത്. ജനങ്ങൾ വെച്ച പ്രതീക്ഷ ഒരിക്കലും മങ്ങാത്ത രീതിയിൽ ഇടപെടലുണ്ടാവും. ചേലക്കരയിലെ ചേലുള്ള വിജയം തന്നെയാണ് UR പ്രദീപിൻ്റേത്. തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലനിർത്തിയുള്ള ഒരു ഉജ്ജ്വല വിജയം എന്നു തന്നെ പറയേണ്ടി വരും. ചേലക്കരയിൽ നിന്ന് ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ യാത്രക്കാർക്ക് സൗകര്യമൊരുക്കി മിറാക്കിൾ ബസ്. ചേലക്കര, പൈങ്കുളം, പാഞ്ഞാൽ വഴി ദേശമംഗലം, വറവട്ടൂർ പോകുന്ന മിറാക്കിൾ എന്ന ബസ്സാണ് സ്പീക്കറിലൂടെ തെരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ യാത്രക്കാരെ അറിയിച്ചത്. ആകാംക്ഷയോടെയാണ് യാത്രക്കാർ ബസ്സിലിരുന്നതെന്നും സൗകര്യമൊരുക്കിയതിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും കണ്ടക്ടർ KP നിശാഖ് പറഞ്ഞു. ഡ്രൈവർ സുരേഷാണ് ഈ സംവിധാനം ബസ്സിലൊരുക്കിയത്. ചേലക്കര മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി അറിയിച്ച് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ചേലക്കര, പഴയന്നൂർ, കൊണ്ടാഴി, തിരുവില്ലാമല, എളനാട്, പാഞ്ഞാൾ എന്നിവിടങ്ങളിൽ UR പ്രദീപിന് സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകരാണ് UR പ്രദീപിനെ ഹാരമണിയിക്കാൻ വഴിയിൽ കാത്തുനിന്നത്. വിവിധയിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മായന്നൂർ, ചിറങ്ങരയിൽ വിജയാഘോഷ പരിപാടികൾ സമാപിച്ചു. വാദ്യമേളങ്ങളോടെ അകമ്പടിയോടും പാട്ടുപാടിയും നൃത്തം ചെയ്തുമാണ് UR പ്രദീപിനെ പ്രവർത്തകർ വരവേറ്റത്. സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലായാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയിരുന്നത്. ചേലക്കര കോട്ട കാത്തവരുടെ മുഖം രക്ഷിച്ച് ഇടതുപാളയം. ചേലക്കര മണ്ഡലം നഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ മന്ത്രിയായിരുന്ന K രാധാകൃഷ്ണനെ മാറ്റാനുള്ള കാരണം വിശദീകരിച്ച് CPM നേതൃത്വം കുഴങ്ങിയേനെ. എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി മുഖം കാത്തു. സംസ്ഥാന സർക്കാരിനെതിരായുള്ള ജനവിധി എന്നാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ UDF പ്രചരിപ്പിച്ചിരുന്നത്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ട്രയൽ റണ്ണായും രാഷ്ട്രീയ കേരളം ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി. 2021 39,500 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച K രാധാകൃഷ്ണനെ ആലത്തൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലീഡ് 5173 കുറഞ്ഞിരുന്നു. അപകടം മണത്ത LDF
വോട്ട് ചോർച്ച ഉണ്ടായയിടങ്ങളിൽ ശക്തമായ പ്രചരണം നടത്തി. UR പ്രദീപിനെ മണ്ഡലത്തിലുണ്ടായിരുന്ന സ്വാധീനവും ഫലം കണ്ടു. ചേലക്കര മണ്ഡലത്തിലുള്ള സൗമ്യനായ പ്രദീപിനെ ചേലക്കരക്കാർ കൈവിട്ടില്ല. 1965 മുതൽ 2021 വരെ നടന്ന 14 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 തവണ UDFും 8 തവണ LDFുമാണ് ചേലക്കര മണ്ഡലത്തിൽ ജയിച്ചത്. 1996 മുതൽ ഇടതിന്റെ കുത്തക മണ്ഡലമാണ് ചേലക്കര. ചേലക്കരയിൽ പരാജയപ്പെട്ടാൽ ശക്തമായ പ്രഹരമാകുമെന്ന് തിരിച്ചറിഞ്ഞ ഇടതുമുന്നണി മുൻനിര നേതാക്കളെ ഇറക്കി പ്രചരണം ശക്തമാക്കി. പ്രചരണത്തിന്റെ അവസാന ദിനങ്ങളിൽ മുഖ്യമന്ത്രിയും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിരുന്നു. ചേലക്കരയിൽ കാലിടറിയെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് മുഖം നഷ്ടപ്പെട്ടേനെ. പാലക്കാടും വയനാടും പോലെയല്ല, ചേലക്കര സിറ്റിംഗ് സീറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അരയും തലയും മുറക്കിയുള്ള പ്രചരണത്തിനൊടുവിൽ ചേലക്കര ചെങ്കൊടി ചേർത്ത് പിടിച്ചപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുമുന്നണിക്കുണ്ടായ ആശ്വാസവും ആ വിജയത്തിന്റെ തിളക്കവും ഒട്ടും ചെറുതല്ല. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ചേലക്കരയിൽ കള്ളപ്രചരണങ്ങളെല്ലാം അതിജീവിച്ചാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാനായതെന്ന് K. രാധാകൃഷ്ണൻ MP. ചെറുതുരുത്തിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇടതുമുന്നണി 3ാം തവണയും അധികാരത്തിലെത്തുമെന്നാണ് ചേലക്കരയിലെ വിജയം തെളിയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026 തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമുണ്ടാകും എന്നതിൻ്റെ സൂചനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യവും ഇവിടെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്ര വിജയം നൽകാൻ വേണ്ടി തയ്യാറായിരിക്കും. ഇത് കാണിക്കുന്നത് കേരളത്തിലെ ചരിത്രം 2021 തിരുത്തി എഴുതിയതാണ്. തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നമ്മുടെ സംസ്ഥാനത്ത് വരിക, അത് മാറ്റിമറിച്ചുകൊണ്ട് 3 തവണ തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരും 2026 എന്നതിൻ്റെ സൂചന കൂടിയാണ് ചേലക്കര അസംബ്ലി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഉജ്ജ്വല വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചേലക്കരയിൽ ജനമനസ് ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് വീണ്ടും തെളിയിച്ചുവെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ചേലക്കര മണ്ഡലത്തിലെ വിജയത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ വിരുദ്ധതയില്ലെന്നും UR പ്രദീപ് വ്യക്തമാക്കി. ഞങ്ങൾ നടത്തിയ സത്യസന്ധമായ പ്രവർത്തനമാണ് ജനം ഇപ്പോൾ മറുപടി തന്നിട്ടുള്ളത്. വലിയ തോതിലുള്ള നുണപ്രചരണങ്ങളാണ് അയച്ചുകൊണ്ടിരുന്നത്. ഒന്നും ചെറുപ്പത്തെ പോലും ചിന്തിക്കാത്ത പോലുള്ള നുണകളും അതുപോലെ തന്നെ വർഗീയപരമായുള്ള ചെയ്തിരിവും വരെ ജനങ്ങളിൽ കുത്തിവയ്ക്കാനുള്ള ഇടപെടൽ നടത്തിയത്. അതെല്ലാം ജനം തള്ളിക്കളഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ പ്രതിനിധികൾ ജയിച്ചു വന്നപ്പോൾ നടത്തിയ പ്രവർത്തനം, സ്ഥാനാർത്ഥികളായി വരുമ്പോൾ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം ജനങ്ങൾക്ക് 100% വിശ്വാസമാണ് തെളിയിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മറുപടിയാണെന്ന് ജനം കണ്ടത്. ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. വരും ദിനങ്ങളിൽ കോൺഗ്രസിലെ പൊട്ടിത്തെറിക്കും ചേലക്കരയിലെ പരാജയം കാരണമാകും. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് UDF പ്രതീക്ഷിച്ചിരുന്നതല്ല. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ രമ്യ ഹരിദാസ് വിജയിക്കുമെന്ന ഉറപ്പായിരുന്നു ഇതിനു പിന്നിൽ. K. രാധാകൃഷ്ണൻ വിജയിച്ചതിന് തൊട്ടു പിന്നാലെ UR പ്രദീപ് ഇടതുമുന്നണിക്കായി പ്രചരണം ആരംഭിച്ചു. സ്ഥാനാർത്ഥികളെ ചൊല്ലിയടഞ്ഞ കോൺഗ്രസിൽ ഒടുവിൽ രമ്യ ഹരിദാസിനെ നറുക്കുവീഴുകയായിരുന്നു. ആലത്തൂർ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ രാധാകൃഷ്ണന്റെ ലീഡ് നില കുറയ്ക്കാനായതും രമ്യയെ പരിഗണിക്കാൻ കാരണമായി. എന്നാൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ കല്ലുകടിയുണ്ടായിരുന്നു. രമ്യ ഹരിദാസ് ചേലക്കരയിലോ തൃശൂർ ജില്ലയിലോ താമസിക്കുന്ന വ്യക്തിയല്ല എന്നതായിരുന്നു ഒരു കാരണം. MP ആയിരിക്കെ ചേലക്കര മണ്ഡലത്തിനോട് പ്രതിപത്തി കാട്ടിയിരുന്നില്ല എന്നത് മറ്റൊരു കാരണമായി. മാത്രമല്ല MP ആയിരിക്കെ കോൺഗ്രസ് നേതാക്കളെപ്പോലും അവഗണിച്ചിരുന്നു എന്നതും കാരണമായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ UDF ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. പക്ഷേ ചേലക്കരയുടെ ചെങ്കോട്ടയിൽ UDFന് കാലിടറി. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറികൾക്കും പല വെളിപ്പെടുത്തലുകൾക്കും ചേലക്കരയിലെ പരാജയം വഴിവെച്ചേക്കും. ചേലക്കരയിലെ ഒരു പഞ്ചായത്തിലും ഓളമുണ്ടാക്കാൻ UDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല എന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. ന്യൂസ് ഡെസ്ക് TCV. ഉപതെരഞ്ഞെടുപ്പിൽ UDF നേടിയത് ഉജ്ജ്വല വിജയമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷത്തിന്റെ 5 ഇരട്ടി രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചെന്നും ചേലക്കരയിൽ LDFന്റെ ഭൂരിപക്ഷം കുറച്ചെന്നും VD സതീശൻ പറഞ്ഞു. BJPയെ തടഞ്ഞു നിർത്താൻ ഇനി കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ്. ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാ മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത്? ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് CPM അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക, അല്ലേ? അതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്ത ഒരാളെ
BJP സീറ്റ് അന്വേഷിച്ച് പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി 2ാം സ്ഥാനത്തിന് പോലും മത്സരിക്കാൻ ഉള്ള അവകാശമാണ് അവർ നഷ്ടപ്പെടുത്തിയത്, CPM നഷ്ടപ്പെടുത്തിയത്. 3ാം സ്ഥാനം ഉറപ്പിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിനെയും UDFനെയും പരാജയപ്പെടുത്താൻ CPM ശ്രമിക്കുകയായിരുന്നു. BJPയെ ദുർബലപ്പെടുത്താനല്ല, മറിച്ച് കോൺഗ്രസിനെയും UDFനെയും ദുർബലപ്പെടുത്തി BJPക്ക് വിജയമൊരുക്കാനുള്ള പണിയാണ് അവിടെ ചെയ്തത്. സത്യത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാണ് പാലക്കാട് മത്സരിച്ചത്. ഇടതു തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ ചേലക്കരയിൽ BJP. തിരുവില്ലാമല സ്വദേശിയായ കെ ബാലകൃഷ്ണനെ ചേലക്കരയുടെ ബാലേട്ടൻ എന്ന തലക്കെട്ടോടെയാണ് BJP മണ്ഡലത്തിൽ അവതരിപ്പിച്ചത്. തിരുവില്ലാമല പഞ്ചായത്തിൽ BJPയുടെ കുതിപ്പിന് കടിഞ്ഞാൻ പിടിച്ച ബാലകൃഷ്ണനിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ കുതിപ്പും BJP പ്രതീക്ഷിച്ചു. അന്തിമഹാകാളൻകാവ് വേലയിലെ വെടിക്കെട്ട് വിഷയവും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും ഉൾപ്പെടെ പ്രചാരണ വിഷയമാക്കി. എന്നാൽ BJPക്ക് വൻ മുന്നേറ്റത്തിനായില്ല. 33,354 വോട്ടുകളാണ് NDAക്ക് ലഭിച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ട് നില മെച്ചപ്പെടുത്താനായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 28,974 വോട്ടാണ് BJPക്ക് ലഭിച്ചത്. 4,000-ലധികം വോട്ടുകൾ അധികമായി ഇത്തവണ ലഭിച്ചുവെന്ന് BJPക്ക് ആശ്വസിക്കാം. 2021-ൽ 24,045 വോട്ടുകളാണ് മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിരുന്നത്. പാലക്കാടിനെ അപേക്ഷിച്ച് ചേലക്കരയിൽ BJPക്ക് ഈ കണക്കുകളിൽ ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് TCV. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുലിന്റെ ജയം. വോട്ടെണ്ണൽ തുടക്കത്തിൽ NDA സ്ഥാനാർത്ഥി ലീഡ് നിലയിൽ മുന്നേറ്റം കുറിച്ചുവെങ്കിലും നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ടുകളിലും ആദ്യ റൌണ്ടിലും BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മുന്നിലായിരുന്നു. എന്നാൽ 2ാം റൌണ്ടിൽ UDF ലീഡ് തിരിച്ചുപിടിച്ചു. 5ാം റൌണ്ടിൽ ലീഡ് നില NDA തിരിച്ചുപിടിച്ചപ്പോൾ 7ാം റൌണ്ട് മുതൽ UDF സ്ഥാനാർത്ഥി രാഹുലിന്റെ കുതിപ്പായിരുന്നു. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P സരീൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന് 58,389 വോട്ടും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന് 39,549 വോട്ടും NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി P സരീന് 37,293 വോട്ടും ലഭിച്ചു. പാലക്കാട് ഏറ്റുവാങ്ങേണ്ടി വന്ന കനത്ത പരാജയത്തിൽ പാർട്ടി നേതാക്കൾ പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ മറുപടി പറയേണ്ടി വരും. ഉറച്ച വോട്ടുകൾ ഉള്ള മേഖലയിൽ പോലും BJPക്ക് കാലിടറി. BJP വക്താവായിരുന്ന സന്ദീപ് വാര്യർ ഇടഞ്ഞു നിന്നപ്പോൾ കളിയാക്കിവിട്ട കെ സുരേന്ദ്രൻ വരും നാളുകളിൽ പാർട്ടിക്കുള്ളിൽ മറുപടി നൽകേണ്ടി വരും. പരാജയത്തിലും വോട്ട് കുറഞ്ഞതിൽ ഒരാൾക്കും പങ്കില്ലെന്ന് സന്ദീപ് വാര്യർ ഉദ്ദേശിച്ച് പറഞ്ഞ് വിഷയം ലഘൂകരിക്കാനാണ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും ശ്രമിച്ചത്. കെ സുരേന്ദ്രൻ പോകാതെ BJP രക്ഷപ്പെടില്ലെന്നും പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സുരേന്ദ്രനാണെന്നും സന്ദീപ് വാര്യർ പ്രതികരിച്ചു. സ്ഥാനാർത്ഥി എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുകയാണ്. BJPയുടെ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തലിനെ പോലെ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പോരാട്ടത്തിന്റെ മുഖമായി മാറിയ ഒരു യുവാവിനെ അവതരിപ്പിക്കാൻ സാധിച്ചത് തന്നെയാണ് UDFന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. മറുവശത്ത് ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ദല്ലാൾ രാഷ്ട്രീയത്തിന്റെ ഇടനിലക്കാരനായ C കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത് തന്നെയാണ് BJPയുടെ പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കന്യാംഗത്തിൽ വയനാട്ടിൽ വിജയക്കൊടി പാറിച്ച് പ്രിയങ്ക ഗാന്ധി. 4,10,931 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. രാഹുൽ ഗാന്ധി 2021 നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നായിരുന്നു പ്രിയങ്കയുടെ വിജയം. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ വ്യക്തമായ ലീഡ് നിലനിർത്തിയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തേരോട്ടം. 6,22,338 വോട്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചത്. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്ക് 2,11,407 വോട്ടും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് 1,09,39 വോട്ടും ലഭിച്ചു.
കൈപ്പമംഗലം മൂന്നുവെടിയിൽ അടച്ചിട്ട് വീട് കുത്തി തുറന്ന് മോഷണം. മൂന്നുവെടിക ബീച്ച് റോഡിൽ കാജ കമ്പനിക്ക് സമീപം പറപ്പറമ്പിൽ രാധാകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഊട്ടുപാത്രങ്ങൾ മോഷണം പോയി. വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. ഏതാനും നാളുകളായി വീട്ടിൽ ആൾതാമസമില്ല. കൈപ്പമംഗലം പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം ചന്ദ്രാപിന്നി കണ്ണമ്പള്ളിപ്പുറത്ത് അടച്ചിട്ട് വീട് കുത്തി തുറന്ന് പാത്രങ്ങൾ മോഷ്ടിച്ചിരുന്നു. മറ്റത്തൂർ പത്തുകുളങ്ങരയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടുമുറ്റത്തെത്തിയ കാട്ടാന പരിഭ്രാന്തി പരത്തി. പത്തുകുളങ്ങര കളത്തിങ്കൽ തൊടി സെയ്തലവി, ചെവിടിക്കുന്നൻ, കുഞ്ഞു മുഹമ്മദ് എന്നിവരുടെ വീടുകൾക്ക് സമീപത്താണ് ഒറ്റയാനെത്തിയത്. പറമ്പിലുണ്ടായിരുന്ന വാഴകളും അലങ്കാരമുളയും കാട്ടാന നശിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പിൽ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വനാതിർത്തിയിലെ സോളാർ വേലി തകർത്താണ് ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. തകർന്ന സോളാർ വേലി വനംവകുപ്പ് അധികൃതർ പുനഃസ്ഥാപിച്ചു. പാവറട്ടി മരുതിയൂരിൽ യുവാവിന് കുത്തേറ്റു. അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന കിഴക്കേതിൽ മുഹമ്മദ് ആദിലിനാണ് കുത്തേറ്റത്. പരിക്കേറ്റ മുഹമ്മദ് ആദിലിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദേശത്തുനിന്ന് അവധിക്ക് വന്ന ആദിൽ ഭക്ഷണ വിതരണ ശൃംഖലയുടെ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുകയാണ്. ജോലിക്കിടെ ചേറ്റുവയിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കടയിലെ ഓർഡർ അനുസരിച്ച് ഭക്ഷണമെടുക്കാൻ ബൈക്കിൽ പോകുന്നതിനിടെ ചക്കങ്കണ്ട ഭാഗത്ത് റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന യുവാവിന്റെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുകയും ഇതേ ചൊല്ലിയുണ്ടായ തർക്കം കത്തിക്കുത്തിൽ കലാശിക്കുകയുമായിരുന്നു. പാവറട്ടി പോലീസ് കേസെടുത്തു. കുന്നുകുളം പാറയമ്പാടത്ത് KSRTC ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ചിറ്റാട്ടുകര സ്വദേശിനി പൊന്നരാശ്ശേരി വീട്ടിൽ ലോഹിതാക്ഷന്റെ ഭാര്യ 52 വയസ്സുള്ള രാജിയാണ് മരിച്ചത്. കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസ്സാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. റോഡിൽ വീണ രാജിയുടെ ദേഹത്തുകൂടി ബസ് കയറി ഇറങ്ങുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവം നടന്ന ഉടനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടം സംഭവിച്ചതറിയാതെ നിർത്താതെ പോയ ബസ്സിലെ ജീവനക്കാരെ പിന്നാലെ എത്തിയ മറ്റ് വാഹനയാത്രക്കാരാണ് വിവരമറിയിച്ചത്. ദേശീയപാത അമ്പലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 4 കാറും ഗുഡ്സ് ഓട്ടോറിക്ഷയുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ നിയന്ത്രണം വിട്ട ഗുഡ്സ് ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. തുടർന്ന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾ ഒന്നിനു പുറകെ ഒന്നായി കൂട്ടിയിടിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന അമ്പലൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതുമൂലം വാഹനങ്ങൾ വേഗത കുറച്ചാണ് പോയത്. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ 2 വരിയായിട്ടാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. തൃശൂർ തിരൂരിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഹിറ്റാച്ചി കയറ്റി വന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് മുൻപിലുണ്ടായിരുന്ന വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. ആദ്യം മുൻപിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിലാണ് മിനി ലോറി ഇടിച്ചത്. തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ, മുൻപിൽ ഉണ്ടായിരുന്ന കാറിലും ഈ വാഹനം മറ്റൊരു കാറിലും ഇടിക്കുകയായിരുന്നു. മിനി ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ഡ്രൈവറുടെ വാദം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വിയൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരളയുടെ 12ാമത് സംസ്ഥാന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യാതിഥിയായി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് എ മാധവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, കേരള വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പി റജി, സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം ഫ്രാങ്കോ ലൂയിസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ എൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അഗ്നിക്ക് തുല്യമായിട്ടുള്ള വാക്കുകൾ കൊണ്ടും മലയാളിയെ പ്രചോദിപ്പിച്ച, അതിനവരെ പ്രേരിപ്പിച്ച വലിയ അനുഭവമുള്ള മാധ്യമ പ്രവർത്തകർ എന്നുള്ളത് ഏറെ വിനയത്തോടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മാധ്യമശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ശക്തിയാണെന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. മാധ്യമപ്രവർത്തകർ ഭരണഘടനാ ബോധമുള്ളവരാകണമെന്നും ജഡ്ജി പറഞ്ഞു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം 12ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമശക്തി എന്ന വിഷയത്തിൽ സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാധ്യമം എന്ന് പറയുന്നത് ശബ്ദമാണ്. അത് മാധ്യമപ്രവർത്തകന്റെ ശബ്ദമല്ല, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുവാനാണ് മാധ്യമപ്രവർത്തകർക്ക് കഴിയേണ്ടത്. മാധ്യമങ്ങൾക്ക് എല്ലാ ശബ്ദങ്ങളെയും വേദിയാക്കാൻ കഴിയണം. വ്യക്തിപരമായ അഭിപ്രായങ്ങളും താൽപര്യങ്ങളും മാറ്റിവെച്ച് ഭരണഘടനാ ബോധത്തോടെ മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. മാധ്യമശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമത്തിന്റെ ശക്തിയാണ്, മാധ്യമ പ്രവർത്തകന്റെ ശക്തിയാണ്. എന്താണെന്നുള്ളത് ആലോചിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മാധ്യമം എന്ന് പറയുന്നത് എന്താണ്? മാധ്യമം എന്ന് പറയുന്നത് ശബ്ദമാണ്. മാധ്യമ പ്രവർത്തകന്റെ ശബ്ദമാണോ? അല്ല. മാധ്യമ പ്രവർത്തകൻ ഒരു നാക്ക് മാത്രമാണ്. ആ ശബ്ദം നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. ഇന്റർനാഷണൽ നമ്മൾ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് മാധ്യമം വന്നതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ
കിട്ടേണ്ട ഇൻഫർമേഷനും ന്യൂസും നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം, നമ്മുടെ ജോലി. അപ്പം മാധ്യമ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുടെ ശക്തിയാണ്. ദർ ഇസ് നോ അതർ പവർ. ജനങ്ങളുടെ പവർ ഇല്ലെങ്കിൽ മാധ്യമമില്ല, ജുഡീഷ്യറി ഇല്ല, എക്സിക്യൂട്ടീവ് ഇല്ല, ഒന്നുമില്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ KS രാധാകൃഷ്ണൻ, ജനയുഗം പത്രാധിപർ രാജാജി മാത്യു തോമസ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി ജോയ് M. മണ്ണൂർ, മുതിർന്ന മാധ്യമ പ്രവർത്തകരായ NP ചേക്കുട്ടി, PP അബൂബക്കർ, M. സരിതാവർമ്മ, ജോർജ് പൊടിപ്പാറ, KUWJ മുൻ സംസ്ഥാന പ്രസിഡന്റ് MB വിനീത, ജനറൽ കൺവീനർ N. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ച് ശ്രീജ കളപ്പുരയ്ക്കൽ ചിരട്ടകളിൽ രചിച്ച വേറിട്ട ചിത്രങ്ങളുടെ തൃശൂരിലെ പ്രദർശനം കാഴ്ചക്കാരുടെ മനം കവരുന്നു. 1960 മുതൽ 90 വരെയുള്ള നല്ല ഓർമ്മകളും ദൃശ്യങ്ങളുമാണ് അതീവ സൂക്ഷ്മതയോടെ ചിരട്ടകളുടെ ഉൾവശത്ത് ചിത്രങ്ങളായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശൈശവവും ബാല്യവും പാടവും തൊടിയും കുളവും കളിയും തുടങ്ങി പൂരവും വെടിക്കെട്ടും തെക്കേ നട തുറക്കലുമെല്ലാമായി ഗൃഹാതുരത്വം തുളുമ്പുന്ന പിന്നിട്ട നല്ല നാളുകളുടെ അടയാളപ്പെടുത്തലാണ് ശരറാന്തൽ എ റേ ഓഫ് നൊസ്റ്റാൾജിയ എന്ന ഈ ചിത്ര പ്രദർശനം. ഒരുപാട് പലതരത്തിലുള്ള കളികൾ, നീന്തലുകൾ ഉണ്ടായിരുന്നു, അമ്പലക്കുളങ്ങൾ, പാടങ്ങൾ, പിന്നെ വയലിലുള്ള പണികൾ, പല രീതിയിലുള്ള ജോലികൾ എല്ലാം ഇന്നും ഉണ്ടാവുമായിരിക്കാം. പക്ഷെ കുറേ കാഴ്ചകളെല്ലാം നമുക്ക് ഇന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. എല്ലാം നമ്മൾ ചിരട്ടകളിൽ ഒരു ചിത്രമായിട്ട് ആ ഓർമ്മകളിലേക്ക് ഒന്നും കൂടി ഒരു ചെറിയ നേർത്ത വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചിരട്ടകൾ പൊട്ടിച്ചും പൊടിച്ചും പശയും പെയിന്റും ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ക്യാൻവാസിൽ ഒരുക്കിയ വേറിട്ട ഇന്ത്യ പ്രദർശനത്തിലെ വിസ്മയ കാഴ്ചയാണ്. എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ചിരട്ടകൾ കൊണ്ട് ക്രഷ് ചെയ്തിട്ട് വലിയൊരു ക്യാൻവാസ് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെ മിനുസപ്പെടുത്തിയെടുത്തൊരു പ്രതലത്തിൽ 5 അടി ഹൈറ്റിലുള്ള ഇന്ത്യയുടെ കട്ടൗട്ട് എടുത്തിട്ട് സ്റ്റേറ്റ് വൈസ് ഓൾ ഇന്ത്യയിലുള്ള ഇന്ന് നിലവിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും ട്രഡീഷണൽ ട്രൈബൽ ഫോക്കായിട്ടുള്ള ആർട്ടുകളെല്ലാം ആ 5 അടിയിൽ വരുന്ന ഓരോ സ്റ്റേറ്റിൻ്റെ വലുപ്പത്തിലും വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ചിരട്ടകൾ കൊണ്ട് തീർത്ത വണ്ടും സ്വർണ്ണ മത്സ്യവും കരകൗശല വസ്തുക്കളും ചിരട്ട ചിത്രങ്ങൾക്ക് തയ്യാറാക്കിയ തെങ്ങിൻ തടിയിലെ ഫ്രെയിമുകൾ പോലും കാഴ്ചയുടെ പുതുമ സമ്മാനിക്കുന്നു. പരമ്പരാഗത കലയുടെ ചാരുത നിലനിർത്തി ആധുനിക ശൈലിയെ സമന്വയിപ്പിച്ച് വ്യത്യസ്തമായ പ്രകൃതിദത്ത മാധ്യമങ്ങളിൽ വരയുടെ വിസ്മയം സമ്മാനിക്കുന്ന ശ്രീജ കളപ്പുരയ്ക്കൽ അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു പറ്റിയ കലാകാരിയാണ്. രാജ്യത്തെ വിവിധയിടങ്ങളിൽ സഞ്ചരിച്ച് ശേഖരിച്ച കല്ലുകൾ, ചിപ്പികൾ, തൂവലുകൾ തുടങ്ങിയ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ ഒരുക്കിയ ശ്രീജ നിരവധി റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയ പ്രദർശനത്തിൽ 400ഓളം ചിത്രങ്ങളാണുള്ളത്. ശ്രീജയുടെ 15ാമത് ചിത്ര പ്രദർശനമാണിത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന പ്രദർശനം ഈ മാസം 28-ന് സമാപിക്കും. TCV തൃശൂർ. തളിക്കുളത്ത് വീട്ടിൽ നിന്നും 5 പവൻ സ്വർണം മോഷണം പോയ കേസിൽ വീട്ടിലെ ജോലിക്കാരിയെ അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശി ഫൗസിയയെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഭരണം പണയം വെച്ച സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SHO രമേശ്, SI എബിൻ, ഗ്രേഡ് SI റംല, CPO സനില എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അടുക്കളയിൽ എലികളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഹോട്ടൽ ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. കുന്നംകുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഓട്ടോഗ്രാഫ് റെസ്റ്റോറന്റ് ആൻഡ് കഫേയാണ് അടപ്പിച്ചത്. സ്ഥാപനത്തിന്റെ അടുക്കളയിലെ ഭക്ഷണപദാർത്ഥങ്ങൾ എലികൾ ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് നഗരസഭാ സെക്രട്ടറി സ്ഥാപനം അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ M. ഷമീർ, CM ആസിയ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PK ശിവപ്രസാദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K. രാംകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. മതിയായ ശുചിത്വ നിലവാരം പുലർത്താതെയും സുരക്ഷാ സംവിധാനം ഒരുക്കാതെയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി MS ആകാശ് അറിയിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7280 രൂപ, പവന് 58,420 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3273 രൂപ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 3 ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിലനിർത്തി മുന്നണികൾ. ചേലക്കരയിൽ ചെങ്കോട്ടകാത്ത് LDF, പാലക്കാടും വയനാടും സീറ്റ് നിലനിർത്തി UDF. ചെങ്കോട്ടകാത്ത് ചേലക്കര LDF സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വിജയം 12,201 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഒരു പഞ്ചായത്തിലും ലീഡ് ഉയർത്താനാകാതെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. ചേലക്കര കോട്ടകാത്തതിലൂടെ മുഖം രക്ഷിച്ച ഇടതുപാളയം. സംസ്ഥാനത്ത് ഇടതുമുന്നണി 3ാം തവണയും അധികാരത്തിലെത്തുമെന്നതിന്റെ സൂചനയാണ് ചേലക്കരയിലെ വിജയമെന്ന് കെ രാധാകൃഷ്ണൻ MP. ചേലക്കരയിലെ പരാജയത്തിൽ പതറി UDF. പരാജയം വരും ദിനങ്ങളിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കും. BJPയെ തടഞ്ഞു നിർത്താൻ ഇനി കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചേലക്കരയിൽ ഇടതു തരംഗത്തിലും നില മെച്ചപ്പെടുത്താനായെന്ന ആശ്വാസത്തിൽ BJP. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPക്ക് അധികമായി ലഭിച്ചത് 4,000-ലധികം വോട്ടുകൾ. പാലക്കാട് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയം. നഗരസഭാ പരിധിയിൽ BJPക്ക് വോട്ട് കുറഞ്ഞു. LDF 3ാം സ്ഥാനത്ത്. കന്നിയംഗത്തിൽ വയനാട്ടിൽ വിജയക്കൊടി പറച്ച് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്കയുടെ വിജയം രാഹുൽ ഗാന്ധി 2021 നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.